ഇന്ന് നമുക്ക് നല്ലൊരു പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് മൺചട്ടിയിലേക്ക് ചെറുതായി കഷ്ണങ്ങളാക്കിയ പൈനാപ്പിൾ, 2 പച്ചമുളക്, കറിവേപ്പില, 1 ഗ്ലാസ് വെള്ളം, പൈനാപ്പിൾ പ്യൂരി, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടുന്ന അരപ്പുണ്ടാക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ, 1/4 ടീസ്പൂൺ അളവിൽ ജീരകം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ കടുക് ചേർക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, കടുക് ഒന്ന് ചതയേ ആകാവൂ. ഇനി വെന്ത് പറ്റിയ പൈനാപ്പിൾ കഷ്ണങ്ങളിലേക്ക് നമുക്ക് ഈ അരപ്പിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായി ഇളക്കി ഗ്യാസ് ഓഫ് ചെയ്യുക. ചെറിയ ചൂടോടുകൂടി തന്നെ പുളിയില്ലാത്ത തൈര് ചേർത്ത് നന്നായി ഇളക്കുക. ഇനി താളിപ്പാണ്. നെയ്യിലേക്ക് കടുക്, കുഞ്ഞുള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ട് കടുവറുത്ത് നമ്മുടെ പൈനാപ്പിൾ പച്ചടിയിലേക്ക് ഒഴിക്കുക. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ട്രൈ ഔട്ട് ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. കൂടുതൽ റെസിപ്പീസിനായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്